ജൂൺ 18 മത്തായി 6:1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയും വാക്യങ്ങൾ. സോഷ്യൽ മീഡിയയുടെ ഈ യുഗത്തിൽ ആളുകൾ അവരുടെ ഫോട്ടോകൾ ലോകം മുഴുവൻ കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഫോട്ടോകളിൽ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. മാത്രമല്ല, ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ അല്ലെങ്കിൽ ഏറ്റവും അനുകൂലമായ പ്രതികരണങ്ങൾ ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ പരസ്പരം മത്സരിക്കുന്നു. മിക്ക രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ദാനധർമ്മം, പ്രാർത്ഥന എന്നിവയുൾപ്പെടെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രതാപം കാണിക്കുന്നതിൽ കുപ്രസിദ്ധരാണ്. പത്രപ്രവർത്തകരെയോ ക്യാമറകളെയോ ഉപയോഗിച്ച് ദാനധർമ്മം ചെയ്യുന്നവർക്ക് 2 റെഡിമെയ്ഡ് പ്രതിരോധങ്ങളുണ്ട്. ഒന്നാമതായി, സുതാര്യത ആവശ്യങ്ങൾക്കായി അവർ അത് ചെയ്യുന്നുവെന്ന് അവർ പറയുന്നു. പ്രത്യേകിച്ച് അവർ നൽകുന്ന സാധനങ്ങൾ ദാനം ലഭിച്ചവയാണെങ്കിൽ. അവർ പറയുന്നത് പോലെ, നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. രണ്ടാമതായി, മറ്റുള്ളവർ പിന്തുടരേണ്ട ഒരു മാതൃകയായി അവർ അതിനെ കണക്കാക്കുന്നു. ഇന്നത്തെ വായനയിൽ പരസ്യമായി ദാനധർമ്മം ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കില്ല എന്ന് യേശു 3 തവണ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം പൊതുജനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന പ്രശംസ അവർക്ക് ഇതിനകം തന്നെ മതിയായ പ്രതിഫലമാണ്. പകരം രഹസ്യമായി അത് ചെയ്യാൻ അവൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം നൽകും. എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളെ അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി മാത്രം നാം ദാനം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ നാം യേശുവിൻ്റെ മുന്നറിയിപ്പിന് കീഴിലാകുന്നു. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു ഉദ്ദേശ്യവും നമുക്കില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ഭൗമിക അവാർഡും കേക്കിന് മുകളിലുള്ള ഒരു ഐസിങ് മാത്രമാണ്. അതിനാൽ നന്മ ചെയ്തതിന് ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏതൊരു പ്രശംസയും എല്ലായ്പ്പോഴും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് ഉള്ള സ്തുതിയും നന്ദിയും ആയിരിക്കട്ടെ. അത് ഒരിക്കലും നമ്മുടെ അഹങ്കാരത്തെ ഊതി പെരുപ്പിക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.